ഇന്നത്തെ ഗോസ്പല് കൃത്യമായി തുടങ്ങുന്നത് കഫർനാമിൽ വെച്ചാണ്. പക്ഷേ ഇതിന് തൊട്ടുമുമ്പുള്ള ഗോസ്പൽ നമുക്ക് മനസ്സിലാകും യേശു രൂപാന്തരീകരണം സംഭവിച്ചിട്ട് ആ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ് കഫർനാമിലെത്തിയത്. അങ്ങനെയാണെങ്കിൽ വെറുതെ നമുക്കൊന്ന് മനക്കണക്കിട്ട് നോക്കിയാൽ മനസ്സിലാകും യേശുവിൻ്റെ കൂടെ പത്രോസും ഉണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. ബാക്കിയുള്ളവരുണ്ടോ ഇല്ലോ നമുക്കൊരു നിശ്ചയമൊന്നുമില്ല. പക്ഷെ എന്തായാലും ഈ 4 പേര് ഇപ്പോൾ ഒരുമിച്ചാണ്. അങ്ങനെയുള്ള സമയത്താണ് നികുതി പിരിക്കുന്നവർ വന്ന് പത്രോസിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കൊടുക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനും ഉത്തരത്തിനൊരു പിശകുണ്ട്. കാര്യം, യേശു കൂടെ ഉണ്ടല്ലോ, അവർക്ക് യേശുവിനോട് ചോദിച്ചാൽ മതി നികുതി കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ അവർ ചോദിച്ചില്ല. അവർ ചോദിച്ചത് പത്രോസിനോടാണ്. കാര്യം എന്താ? എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഗ്യാങ്ങിൽ യേശുവാണ് ഹെഡ്, അതിൽ ഈ 12 പേർക്കൊരു ലീഡറുണ്ട്, ആ ലീഡർ പത്രോസാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ ക്രിസ്തുവിനോടുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നതിന് പകരം അവർ ലീഡറിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നുണ്ടോ? കൃത്യമായിട്ട് വളരെ ബോൾഡായിട്ട് ഒറ്റ വാക്കിൽ പത്രോസ് ഉത്തരവും കൊടുത്തു, ഉവ് കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ഡയലോഗ് തന്നെ വലിയ റിഫ്ലക്ഷനാണ്. നമ്മൾ ഓർക്കണം, ഒരു ഗ്യാങ്ങിൻ്റെ ലീഡറായിട്ട് പത്രോസ് നിൽക്കുമ്പോൾ ചോദ്യങ്ങൾ വന്നത് പത്രോസിന് നേരെയാണ്. ഉത്തരം കൊടുത്തതും കൃത്യമായി പത്രോസാണ്. പത്രോസ് യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്, ഗ്യാങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അങ്ങനെ യേശുവിനോട് ചോദിക്കേണ്ട ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് പത്രോസാണ്. നമ്മളും ഇതേ ഒരു ലീഡർഷിപ്പിൽ എവിടേക്കോ നിൽക്കുന്നില്ലേ? ഒരു വീടിനകത്തോ, ഒരു ഇടവകയിലോ, ഒരു സന്യസ്ത ഭവനത്തിലോ, ഒരു ജോലി സ്ഥലത്തോ എവിടേക്കോ ഒരു കൂട്ടം പേരുടെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളായിട്ട് നമ്മളായിരിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളും ചിലയിടങ്ങളിൽ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ പേരിൽ, കൂടെയുള്ള മനുഷ്യരുടെ പേരിൽ കൃത്യമായ ഉത്തരം കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഇതാണ് ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പിൽ നമ്മൾ വളരുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പത്രോസിനെ ക്രിസ്തു കൂടെ നിർത്തി അവന് തിരുത്തലുകൾ നൽകി, അവന് കൃത്യമായ അപ്രിസിയേഷൻ നൽകി, അവനതിൽ വളർത്തി. അവൻ അങ്ങനെ ഒരാളായി തീർന്നു. ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത ഇതാണ്, ഉത്തരവാദിത്തം നൽകപ്പെടുമ്പോൾ തന്നെ അത് നയിക്കുവാനുള്ള കൃപ കൂടി നൽകപ്പെടും. ഈ മേന്മയുള്ളതിനെയും ശ്രേഷ്ഠമായതിനെയും ബലമുള്ളതിനെയും തിരഞ്ഞെടുക്കുന്നത് കർത്താവിൻ്റെ രീതിയല്ല. കുറവുള്ളതിനെയും വീഴ്ചയുള്ളതിനെയും തിരഞ്ഞെടുത്ത് അതിനെ ബലമുള്ളതാക്കുന്നതാണ് കർത്താവിൻ്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഏതൊക്കെയോ കൂട്ടത്തിന് ലീഡറായിട്ട്. ആ ലീഡറായി നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ കൂടെയുള്ളവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും. ഈ സംസാരിക്കുന്ന സമയത്ത് വളരെ ബോൾഡായിട്ടും കൃത്യതയോടെയും സംസാരിക്കാൻ നമ്മൾ എന്തുമാത്രം പ്രാപ്തരായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കൂടെ ഒരു ക്രിസ്തു നീളായിട്ടുണ്ടെന്നറിയുമ്പോൾ പത്രോസിന് വലിയ ധൈര്യമാണ്. അവൻ ആരുടെ മുമ്പിലും ഉച്ചത്തിൽ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ നീളായി ക്രിസ്തു കൂടെ ഉണ്ടെന്നൊരു ഉറപ്പ് കിട്ടുമ്പോൾ അവിടെ നമുക്ക് സംസാരിക്കാൻ നമുക്ക് ബലം കിട്ടും. നമ്മളും ക്രിസ്തുവിൻ്റെ സ്പോക്ക് പേഴ്സൺസായി മാറും. ഈ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ സ്പോക്ക് പേഴ്സൺസ് ആയിട്ടുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. നിൻ കൃപയേറിയ വാക്കിൻ പ്രകാരമിന്നത്യന്തം താഴ്മയോടെ എൻ്റെ വൻകടം തീർപ്പാൻ മരിക്കും. പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. എൻ്റെ വൻകടം തീർപ്പാൻ മരിക്കും. പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും.
പേർക്കായി